സ്പോർട്സ് ഡ്രിങ്കിലെ അന്താരാഷ്ട്ര മേധാവിത്വം അവസാനിപ്പിക്കാൻ വമ്പൻ നീക്കവുമായി എത്തിയിരിക്കുകയാണ് മുകേഷ് അംബാനി. ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നനായ വ്യവസായിയായ അംബാനി സ്പോർട്സ് ഡ്രിങ്ക് വിപണിയിലേക്ക് ചുവടുവയ്ക്കുന്നതോടെ കടുത്ത മത്സരമായിരിക്കും ഈ മേഖലയിലുണ്ടാവുക. തന്റെ പുതിയ ഉൽപ്പന്നമായ സ്പിന്നർ ഇന്ത്യയിൽ വെറും 10 രൂപയ്ക്കാണ് അംബാനി ലോഞ്ച് ചെയ്യുന്നത്. ഈ പാനീയം സ്പോർട്സ് ഡ്രിങ്ക് വിപണിയിലെ പെപ്സിക്കോയുടെ ഗറ്റോറേഡ്, കൊക്കക്കോളയുടെ പവഡേഡ് എന്നിവയ്ക്കൊപ്പം മത്സരിക്കും. കുറഞ്ഞ ഉൽപ്പന്ന വിലയാണ് സ്പിന്നറിന്റെ പ്രത്യേകത. റിലയൻസ് കൺസ്യൂമർ പ്രൊഡക്ട്സ് ലിമിറ്റഡ് മുൻ ശ്രീലങ്കൻ ക്രിക്കറ്റ് താരവും സ്പിന്നറുമായ മുത്തയ്യ മുരളീധരനുമായി ചേർന്നാണ് സ്പോർട്സ് പാനീയങ്ങൾ വികസിപ്പിക്കുന്നതിനും ഉൽപ്പാദിപ്പിക്കുന്നതിനും വിപണനം ചെയ്യുന്നതിനും പങ്കാളികളായത്. ഹെൽത്ത് ആൻഡ് വെൽനസ് മേഖലയിലെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര ബ്രാൻഡായ ലോഗൻ പോൾസ് പ്രൈം, റെഡ് ബുൾ, ഗറ്റോറേഡ് തുടങ്ങിയ ഊർജ്ജ സ്പോർട്സ് പാനീയങ്ങളോട് നേരിട്ട് മത്സരിക്കാനാണ് അംബാനിയും എത്തുന്നത്. കൂടുതൽ ജനങ്ങളിലേക്ക് എത്താൻ കുറഞ്ഞ വിലയിൽ വിപണിയിൽ പ്രവേശിക്കുക എന്നത് മുകേഷ് അംബാനി എല്ലായ്പ്പോഴും പുറത്തെടുക്കുന്ന മാർക്കറ്റിംഗ് തന്ത്രമാണ്. കുറഞ്ഞ വിലയുള്ള ഉൽപ്പന്നങ്ങളുമായി വിപണിയിൽ പ്രവേശിക്കുന്നതിലൂടെ അംബാനിയുടെ സംരംഭങ്ങൾക്ക് പുഷ് സ്റ്റാർട്ട് ലഭിക്കുന്നു. 2 വർഷം മുമ്പ് റിലയൻസ് പ്രശസ്തമായ കാമ്പ പാനീയം വീണ്ടും അവതരിപ്പിക്കുകയും ഇന്ത്യയിലെ വിശാലമായ കാർബണേറ്റഡ് പാനീയ വ്യവസായത്തിലേക്ക് കടക്കുകയും ചെയ്തിരുന്നു. കൊക്കക്കോള, പെപ്സിക്കോ തുടങ്ങിയ കമ്പനികൾക്കെതിരെ ശക്തമായി നിലകൊണ്ട കാമ്പ വിപണിയെ പിടിച്ചുകുലുക്കി. 2024 സാമ്പത്തിക വർഷത്തിൽ 400 കോടി രൂപയാണ് കാമ്പയുടെ വിറ്റുവരവ്.